ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരനാഥ പെൺകുട്ടിക്ക് സ്വപ്നം കാണാൻ കഴിയുന്നതിനേക്കാളും ദൂരം നിങ്ങളൊക്കെ എന്നെ കൈപിടിച്ച് നടത്തി. എനിക്ക് ഓർക്കാനും ജീവിതം പൂർണ്ണമായി എന്ന് കരുതാനും അതൊക്കെ തന്നെ ധാരാളം. ഇതൊന്നും കൂടാതെ സ്നേഹം വെച്ച് നീട്ടിയ ഒരാളുണ്ട്. ഒരു സമയത്ത് ഞാൻ കരുതിയത് എന്റെ ഭാവിയിലേക്ക് ഞാൻ നടന്നു പോവുക അയാളുടെ കൈയും പിടിച്ചാണെന്ന്. അത് വഴിയിൽ തടഞ്ഞു. പതുക്കെ പതുക്കെ എനിക്ക് മനസ്സിലായി അതെന്റെ വിധിയല്ലെന്ന്. ആ സ്നേഹം നിഷേധിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ കൂടുതൽ കൂടുതൽ കരുത്തോടെ അതിനെ വീണ്ടും വീണ്ടും പൊതിയ. ആ സ്നേഹം ഞാൻ അംഗീകരിച്ച ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരുപാട് പേരുടെ മനസ്സ് തകരും. നമ്മൾ നേടുന്നത് മാത്രമല്ലല്ലോ മാഡം ജീവിതം. നമുക്ക് ചുറ്റുമുള്ളവർ നേടുന്നതിന് നമ്മൾ കാരണമാവുന്നതും നല്ല ജീവിതമല്ലേ? മാഡം എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ എന്നെ ചേർക്കൂ. ഇനിയുള്ള കാലം കൃഷ്ണഭക്തയായിട്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ഞാൻ ജീവിച്ചോളാം. എന്താ മോളെ നീ പറയുന്നത്? നീ ചെറുപ്പമാണ്. നിനക്കിനി എത്രയോ കാലത്തെ ജീവിതമുണ്ട്, എത്രയോ സ്വപ്നങ്ങളുണ്ട്. വേണ്ട മാഡം, ഒന്നും വേണ്ട. സന്തോഷമില്ലാത്ത മനസ്സോടെ ഞാൻ പോകുന്നു മാഡം കരുതണ്ട. പൂർണ്ണ സന്തോഷത്തിലാവും ഞാൻ പോകുന്നത്. എല്ലാവർക്കും സന്തോഷം കൊടുത്തോണ്ട് തന്നെ പോണം. എനിക്കത് അംഗീകരിച്ചു തരാൻ പറ്റില്ല. ജീവിച്ച് തീർത്തവരാ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത്. അല്ല മാഡം, ഭക്തി ഒരു ജീവിത രീതിയാ. എത്രയോ പേര് ഭഗവാനെ ഉപാസിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് എന്നെ എത്തിക്കാൻ ഫിദ മാഡം തയ്യാറല്ലെങ്കിൽ എനിക്ക് സ്വയം ഒരു തീരുമാനം എടുക്കേണ്ടി വരും. ഞാൻ പോവും മാഡം. കുറച്ചു കാലം ഞാൻ അവിടെ നിൽക്കട്ടെ, എന്നിട്ട് ഞാൻ മാഡത്തിനോട് പറയാം. നീ എവിടെയും പൊരുത്തപ്പെടുമെന്ന് എനിക്കറിയാം. അതിനുള്ള മനോബലവും നിനക്കുണ്ട്. പക്ഷേ മകള് സന്യാസത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഒരമ്മയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റണ്ടേ? സമ്മതിക്കണം, അനുഗ്രഹിക്കണം. അല്ലെങ്കിൽ നാളെ വലിയൊരു തെറ്റുകാരുടെ തലച്ചുമടുമായിട്ട് അമ്മയുടെ മുൻപിൽ എനിക്ക് നിൽക്കേണ്ടി വരും. ദയവായിട്ട് ഞാൻ പറയുന്ന കേൾക്കമ്മേ.